ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാവരും സേഫായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ, ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട്, ഇപ്പം ഞാൻ എങ്ങനെയാണ് കടന്നു പോകുന്നത്, എൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും കുറച്ച് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ആദ്യം ഒരു ജാഗ്രതയായിരുന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും ഒരു ഭയത്തിലേക്ക് മാറിയിട്ടുണ്ട്. കൊറോണ എന്ന വൈറസിനെ നമ്മൾക്ക് തോൽപ്പിക്കാൻ പറ്റും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാം. നമുക്കതിനെ എങ്ങനെയും നേരിടാം, വീട്ടിൽ ഇരുന്ന് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിലൂടെ നമ്മൾക്കതിനെ നേരിടാം എന്ന് തന്നെ വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാവരും ജോലിയും തിരക്കുമായിട്ട് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ആയിട്ട് ബിസി ആയിട്ടിരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഭാര്യയോടാകട്ടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരിക്കാം, മക്കളോടായിരിക്കാം കൂടെ ഇരുന്നിട്ട് കുറേ സമയം നിങ്ങൾക്ക് സംസാരിക്കാനും എടുക്കാനൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അമ്മമാർ തന്നെ, അല്ലെങ്കിൽ ഭാര്യമാർ പെങ്ങന്മാർ തന്നെ കുക്ക് ചെയ്യുന്നവർ ഭർത്താക്കന്മാർക്കായിരിക്കും, ആങ്ങളമാർക്കായിരിക്കും, അച്ഛന്മാർക്കായിരിക്കും ഹെൽപ്പ് ചെയ്യാം. മക്കളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാം, മക്കളുടെ കൂടെ കളിക്കാൻ കൂടുതൽ സമയം കണ്ടെത്താം. അതുപോലെ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ എക്സസൈസ് തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്, വീട്ടിൽ തന്നെ ചെയ്യാം. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, കഴിവതും നോൺ വെജ് ഒഴിവാക്കിയിട്ട് വെജിറ്റേറിയൻ ഫുഡ് തന്നെ കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം ഈ ലോക്ക്ഡൗൺ വന്നിട്ട് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു 21 ദിവസത്തേക്ക് ലോക്ക്ഡൗൺ ആണെന്ന്. അപ്പം അത് വന്നിട്ട് ഞാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തു, ഞാൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നലെ രാത്രി ആണ് ആള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 21 ദിവസത്തേക്ക്. അപ്പം നമ്മൾ കുറച്ച് ദിവസം മുന്നേ തന്നെ ഞാൻ കുറച്ച് അരിയും പലചരക്ക് കാര്യങ്ങളൊക്കെ, കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാടൊന്നും വാങ്ങിയില്ല, അത്യാവശ്യം 2 ആഴ്ചത്തേക്കുള്ള മാത്രം കരുതി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം 10 കിലോ അരി അല്ല 2 കിലോ പഞ്ചസാര, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പച്ചക്കറി ഏകദേശം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എന്നാലും ഏകദേശം പകുതിയോളം കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും നമ്മൾക്ക് അങ്ങനെ പട്ടിണിയൊന്നും ആകേണ്ടി വരില്ല, നമ്മളുടെ സർക്കാർ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. പിന്നെ മോൻ്റെ ഡയപ്പറും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായിരിക്കും. അപ്പം അത് ഞാൻ വിട്ടുപോയായിരുന്നു, ഡയപ്പർ മേടിക്കണം. പിന്നെ പാരസെറ്റാമോൾ കഴിഞ്ഞിരിക്കുകയാണ് മോൻ്റെ. അപ്പോൾ പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ പാരസെറ്റാമോൾ, അതുപോലെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, ഡെറ്റോൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് ഇവിടെ അടുത്ത് തൊട്ട് നടന്നു പോകുന്ന സ്ഥലത്ത് തന്നെ മെഡിക്കൽ സ്റ്റോറുണ്ട്. അപ്പോൾ അതൊരു സമയം നോക്കിയിട്ട്, വലിയ തിരക്ക് ഒന്നും ഇല്ലാത്ത, ഇപ്പം പുറത്തങ്ങനെ ആളും അധികമൊന്നും ഇല്ല, എങ്കിലും ഒരു സമയം നോക്കിയിട്ടൊന്ന് പോയി കുറച്ച് കാര്യങ്ങൾ മേടിക്കാനായിട്ടുണ്ട്. അല്ലാതെല്ലാം ഞാൻ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നും ചെയ്യലല്ലോ. രാവിലെ എണീറ്റു വേസ്റ്റ് കൊണ്ടുവച്ചു. വേസ്റ്റ് എടുക്കാനായിട്ട് ആൾ വരും, 6:30-6:45 എടുക്കാൻ വരും. അപ്പം ആൾ കുറച്ച് ദൂരെ നിന്നെങ്ങാണ്ട് വരുന്നത്, ആൾ വന്നിട്ടുണ്ടായിരുന്നു, വേസ്റ്റ് കൊണ്ടുവച്ചു. പിന്നെ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ ഫോണും കുത്തി ഫേസ്ബുക്കിൽ ന്യൂസ് നോക്കി, വാട്സപ്പ് നോക്കി, യൂട്യൂബ് നോക്കി, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്ലൈ ഒക്കെ കൊടുത്ത് ഞാനിങ്ങനെ കിടന്നു. കുറേ സമയം കഴിഞ്ഞൊരു 8:30-9 മണി ആയപ്പോഴത്തേനാണ് അച്ഛനും മോനെല്ലാം എണീറ്റ് വന്നത്. അതിനുശേഷം കുക്കിംഗ് നിന്ന് ദോശയും ഗോതമ്പ് ദോശയും ചമ്മന്തി ഉണ്ടാക്കിയത്. അപ്പം അത് ഞങ്ങൾ 3 പേരും കഴിച്ചു. പിന്നെ കുറേ സമയം ഞങ്ങളിരുന്ന് വർത്താനം പറഞ്ഞു, കുഞ്ഞിൻ്റെ കൂടെ കളിച്ചു, അവനുമായിട്ട് ഇങ്ങനെ പന്ത് കളിക്കുക, അതും ഇതൊക്കെ ചെയ്തു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചോറ് വെച്ചു. ഇന്ന് തക്കാളി അഴിച്ച കറി വെച്ചു. ഞാനിപ്പം കുക്കിംഗ് ചാനലിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ സംഭരിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അത് എത്രത്തോളം നാൾ ഇത് പോകും, ലോക്ക്ഡൗൺ എത്രത്തോളം നാളുണ്ടാകും, എന്താണ് സിറ്റുവേഷൻ എന്നറിയാത്തതുകൊണ്ട് ഞാനതൊന്നും ഒരുപാട് എടുത്ത് ചിലവാക്കി കളയുന്നില്ല, കുറച്ച് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടെ തേങ്ങ അരച്ചിട്ട് ചാറുകറി വെച്ചു. വെണ്ടയ്ക്ക തോരൻ എനിക്ക് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ മുട്ട വറുത്തു. ഇത്രയും കറികളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ചോറൊക്കെ കഴിച്ചു. കുഞ്ഞിനെ കുറുക്കൊക്കെ കൊടുത്തു ഉറക്കി, അവനും ചോറ് കൊടുത്തു, എല്ലാം ഉറക്കി. കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതും കഴുകി. അപ്പം വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു, എന്നും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട്. അന്നേരം തന്നെ കുറേ സമയം പോയി. കുറേ സമയം നമ്മൾ വർത്താനം പറഞ്ഞപ്പം ഇതുകൊണ്ട് എനിക്ക് കിട്ടിയത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 3 പേർ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കുറേ സമയം കിട്ടി, കുറേ വർത്താനം പറയാനായിട്ട് സമയം കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും ഒരു പ്രധാന കാര്യമായിട്ട് എനിക്കതാണ് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളും നമ്മളെന്നും ഫോണ്, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ടിരിക്കുന്നത്, നമ്മളതെല്ലാം മാറ്റി വെച്ച് നമ്മുടെ ഫാമിലിക്ക് കുറച്ച് സമയം കൊടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലൊരു സമയം ഇനിയും കിട്ടില്ല. അപ്പോൾ ഈ സമയം നിങ്ങൾ മാക്സിമം പരമാവധി അതിന് വേണ്ടിയിട്ട് എടുക്കണം, നമ്മുടെ ഫാമിലിയായിട്ട് കുറച്ച് സമയം ഇരിക്കാനായിട്ട്. പുറത്തൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് സംസാരിക്കാമല്ലോ.
പിന്നെ ഞാൻ ഇന്നൊരു ചോറ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാ മൂവി ഇട്ട് കേട്ടോ. പ്രതി പൂവൻകോഴി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുള്ള. ഞാൻ ഒരുപാട് ഇങ്ങനെ കാത്തിരുന്ന് കണ്ട ഒരു സിനിമ. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കുക്കിംഗ് ചാനലിലാണ്. മഞ്ജു ചേച്ചി ഇവിടെ കലൂരാന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാണാൻ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അന്ന് ഇതിൻ്റെ ഈ പ്രൊമോഷൻ സമയമായിരുന്നു പ്രതി പൂവൻകോഴിയുടെ. അപ്പോൾ അന്ന് അതിനുശേഷം എനിക്കിത് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ കംപ്ലീറ്റ്ലി ഡൗൺ ആക്കി കളഞ്ഞ സിനിമയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല ഉള്ള കാര്യം പറയാമെങ്കിൽ. 1.5 മണിക്കൂറേ ഉള്ളായിരുന്നു സിനിമ. പക്ഷേ ഒരു ലോജിക്കില്ലാത്തൊരു സിനിമ. കാണാത്തവർക്ക് വേണ്ടി അതുകൊണ്ട് ഞാനിങ്ങനെ റിവ്യൂ ഓപ്പണായിട്ട് പറയുന്നില്ല. പക്ഷേ ഒട്ടും സുഖമില്ലാത്തൊരു സിനിമയായിരുന്നു. മഞ്ജു ചേച്ചിയെ കാണാനായിട്ട് പോലും ആ നേരി കണ്ട സൗന്ദര്യം പോലും ആ സിനിമയിലൂടെ ഫീൽ ചെയ്യുന്നില്ല. മറ്റേ അനുശ്രീ ആകട്ടെ, അനുശ്രീയാണ് കുറച്ചെങ്കിലും കൊള്ളാമെന്ന് പറയാനുള്ളൂ. അല്ലാതെ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു സിനിമയായിട്ട് തോന്നി. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കേട്ടോ മൂവി. അതിനുശേഷം ഞാൻ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 7 days സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പം. കണ്ടിട്ടില്ലാത്തൊരു എൻ്റെ ചാനലിൽ കയറിയിട്ട് വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ. സ്കിൻ കെയർ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. കുളിച്ചു, ഇനി എന്തെങ്കിലും ഒരു സിനിമയെ കണ്ട് അല്ലെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കും. ഇതിപ്പം രസമുണ്ട്, ഇങ്ങനെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ വീട്ടുകാരുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം നിങ്ങളും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. Day 1 ആണ് ഇന്ന്. ലോക്ക്ഡൗൺ ആയിട്ട് Day 1 ആണ്. ഇന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. ഇനി നാളെ എങ്ങനെയാണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ എൻ്റർടൈനിങ് ആയി അല്ലെങ്കിൽ ബോർ അടിച്ചിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. ഷൂട്ട് ചെയ്ത് കാണുകയായിട്ട് ഇപ്പോൾ മാർഗങ്ങളൊന്നുമില്ല. കാരണം കുഞ്ഞ് 1.5 വയസ്സായിട്ടുള്ളൂ. അവൻ ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാത്തത്. ഇതിങ്ങനെ ചിറ്റ് പോലെ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റർടൈനിങ് ആയി എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന എൻ്റർടൈനിങ് ആകുന്ന അടുത്ത വീഡിയോയിൽ കാണാം.